അക്ഷരാർത്ഥത്തിൽ കേരളത്തിന് ഇന്ന് ദുഃഖവെള്ളിയാണ്. പാലക്കാട് കരിമ്പ വാഹനാപകടത്തിൽ 4 കുഞ്ഞു പെൺമക്കൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്നലെ തന്നെ ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ രാത്രിയോടെ പൂർത്തിയാക്കി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആ 4 പേരുടെയും ഉറ്റ സുഹൃത്തുക്കളുടെ ജീവനറ്റ ശരീരങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്നാണ് 4 പേരുടെയും ഖബറടക്കം നടക്കുക. വീട്ടിൽ 2 മണിക്കൂർ നേരം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം കരിമ്പനയ്ക്കൽ ഹാളിലും പൊതുദർശനം ഒരുക്കും. 8:30 കരിമ്പനയ്ക്കൽ ഹാളിൽ പൊതുദർശനം നടക്കുക. തുടർന്ന് 10 മണിയോടെ തുപ്പനാട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടക്കുക. മണ്ണാർക്കാട്ട് നിന്ന് പാലക്കാട്ടേക്ക് സിമന്റ് കയറ്റി വന്ന ലോറി മറ്റൊരു ലോറിയിൽ ഇടിച്ചാണ് ഈ 4 കുഞ്ഞു പെൺമക്കൾക്കും ജീവൻ നഷ്ടപ്പെട്ടത്. സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ഈ ദാരുണമായിട്ടുള്ള അപകടമുണ്ടാകുന്നത്. ഗോകുൽ VS ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, അങ്ങനെ കരിമ്പന ഗ്രാമം ഒന്നാകെ കാത്തിരിക്കുകയാണ് കണ്ണീരോടെ. ആ 4 പേരുടെയും ജീവനറ്റ ദേഹങ്ങൾ ഇന്നലെ വരെ കളിച്ച് ചിരിച്ച് ആ കുഞ്ഞുമക്കൾ ഉണ്ടായിരുന്നു കൂടെ. പക്ഷേ ഇന്ന് അവർ ഒന്നിച്ച് മണ്ണിലേക്ക് മടങ്ങുകയാണ്. മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണോ? ഇപ്പോൾ ഒരു കുട്ടിയുടെ, അതായത് നിദ ഫാത്തിമയുടെ മൃതദേഹമാണ് കൊണ്ടുപോയത്. അടുത്ത് ഓരോരുത്തരുടേതായി മൃതദേഹങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. കരിമ്പയിൽ പ്രത്യേകിച്ചും നമുക്കറിയാം, ആ നാട്ടുകാർക്കൊക്കെ തന്നെ സുപരിചിതമാണ്. കുട്ടികൾ അവർ സ്ഥിരം സ്കൂൾ കഴിഞ്ഞ് ഇതിലൂടെ റോഡിലൂടെ നടന്നു പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ഒരു കുട്ടികളാണ് അവർക്കാണ് ഈ ഒരു ദുരവസ്ഥ നേരിട്ടത്. വളരെ വിഷമകരമായൊരു വെള്ളിയാഴ്ച എന്ന് തന്നെ ഉമൈബാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുഃഖവെള്ളി എന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിലാണ് അന്തരീക്ഷമാകെ തന്നെ. ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് 4 പേരുടെയും മൃതദേഹം ഉണ്ടായിരുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ പൂർത്തിയായിരുന്നു. ഇപ്പോൾ ഓരോരുത്തരുടെയും മൃതദേഹം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിദ ഫാത്തിമയുടെ മൃതദേഹം കൊണ്ടുപോയി അടുത്ത കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ തന്നെ കൊണ്ടുപോകും. ഏകദേശം 6 മണിയോടുകൂടി 4 പേരുടെയും മൃതദേഹം കരിമ്പയിലെത്തും. അവരുടെ വീടുകളിലേക്കെത്തും. 2 മണിക്കൂർ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം സമീപത്തെ ഒരു ഹാളിലായിരിക്കും 4 പേരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് പൊതുദർശനം ഉണ്ടാവുക. അവിടേക്ക് ആയിരിക്കും പൊതുജനങ്ങൾക്കും മറ്റും എത്തി കുട്ടികളെ കാണാൻ. കാരണം ഇവർ നാടിൻ്റെ ആകെ തന്നെ നോവായി മാറുകയാണ്. അപ്പോൾ അവിടേക്ക് ഒരു നോക്ക് അവരെ കാണാനായി നിരവധി പേർ എത്തും. ഇപ്പോൾ കോങ്ങാട് MLA അടക്കമുള്ളവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഇവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നും ഈ കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ആംബുലൻസിനും എസ്കോർട്ടായി പോകാനുള്ള പോലീസ് വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. പോലീസ് അകമ്പടിയോടുകൂടിയായിരിക്കും മൃതദേഹങ്ങൾ കൊണ്ടുപോവുക. ഇപ്പോൾ 2ാമത്തെ കുട്ടിയുടെ മൃതദേഹം എത്തിക്കുകയാണ്. ആ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ആംബുലൻസിൽ കയറ്റി കരിമ്പയിലേക്ക് കൊണ്ടുപോകും. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം എന്ന് എടുത്ത് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്നലെ വരെ കളിച്ച് ചിരിച്ച് നടന്നവരാണ് 4 പേരും. അവർക്ക് വളരെ പെട്ടെന്ന് ആകസ്മികമായി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നു. സിമന്റ് കയറ്റി വന്ന ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് മറഞ്ഞ് 4 പേരും അവരുടെയും മരണം സംഭവിക്കുന്നു. അതിൽ നിന്ന് ഒരു കുട്ടി മാത്രം ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ആ കുട്ടി പറഞ്ഞത് താനൊരു കുറച്ച് പിന്നിലായിരുന്നു, ഈ 4 പേര് നടക്കുന്നതിൻ്റെ കുറച്ച് പിന്നിലായിരുന്നു, അപ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്നാണ്. ആ കുട്ടിയാണ് ദൃക്സാക്ഷി. അവർ ഇന്നലെ നമ്മളോട് പ്രതികരിച്ചതുമാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഞെട്ടലും ഒക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ്. അത്രമാത്രം വിഷമകരമായ സാഹചര്യത്തിലൂടെയാണ് കരിമ്പ കടന്നു പോകുന്നത്. റിദ ഫാത്തിമ, ഇർഫാന, ഷെറിൻ, നിദ ഫാത്തിമ, ആയിഷ, ഈ 4 പേർക്കാണ് ഈ ദുരവസ്ഥ വന്നത്. പറയുമ്പോഴൊക്കെ തന്നെ നമ്മൾ ആ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ തന്നെ പറയേണ്ടി വരും. റോഡ് വളരെ വീതിയുള്ളതാണ്, നല്ല റോഡാണ്. പക്ഷേ അതിൽ മിനിസം വളരെ കൂടുതലാണ്. ചെറിയ മഴ പെയ്താൽ പോലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ പതിവാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നിരന്തരം ഇങ്ങനെ അപകടം ഉണ്ടാകുന്ന ഒരു വഴി കൂടിയാണ്. അപ്പോൾ അതിൽ ഒരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെയൊക്കെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. ഇതിപ്പോൾ 2ാമത്തെ മൃതദേഹവും കയറ്റി ഇനി അടുത്ത ആംബുലൻസിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അടുത്ത ആംബുലൻസും ഇപ്പോൾ എത്തും. അടുത്ത കുട്ടിയെ കൂടി ഇപ്പോൾ കയറ്റി ഇവിടെ നിന്ന് യാത്ര തിരിക്കും. വളരെ ദുഃഖകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അന്തരീക്ഷം. അടുത്ത ആംബുലൻസ് കൂടി വരുന്നുണ്ട്. ആദ്യം പോയത് നിദ ഫാത്തിമയുടെ മൃതദേഹവുമായുള്ള ആംബുലൻസാണ്. ഇപ്പോൾ 2ാമത്തെ ആംബുലൻസും പോയി. ഇതിപ്പോൾ 3ാമത്തെ ആംബുലൻസ് ഇവിടേക്ക് എത്തുന്നു അടുത്ത കുട്ടിയെ കൊണ്ടുപോകാനായി.
വളരെ വിഷമകരമെന്ന് പറഞ്ഞാൽ പോരാ. കാരണം 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് ഈ 4 കുട്ടികളും. അവർ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. കൗമാരത്തിലേക്ക് കടന്ന് ജീവിതത്തിൻ്റെ ഒരു വലിയ മേഖലകൾ ഇനി സ്വപ്നം കണ്ട ആ കുട്ടികൾക്കാണ് ഈ ഒരു ദുരവസ്ഥ വന്നത്. അതിൽ ഒരു കുട്ടി മാത്രം, 4 കുട്ടികൾ ഉണ്ടായിരുന്നു, 5 കുട്ടികൾ, ഒരു കുട്ടി തൊട്ട് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ കുട്ടി ഓടി ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ആ കുട്ടിയുടെ വലിയൊരു ഭാഗ്യം കൊണ്ട്. ഏതായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. ആ അപകടത്തിൻ്റെ നോവിൽ തന്നെയാണ് കരിമ്പ ഒന്നടങ്കം. ഇപ്പോൾ കരിമ്പയുടെ മാത്രമല്ല, കേരളത്തിൻ്റെ ഒന്നാകെ തന്നെ ഒരു ദുഃഖമായി ഇത് മാറിയിരിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു അപകടം ഇതാരും പ്രതീക്ഷിച്ചതല്ല. ഇത്ര വലിയ രീതിയിൽ 4 കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ 3ാമത്തെ കുട്ടിയുടെ മൃതദേഹം കൂടി ഇനി കൊണ്ടുപോകുന്നു. ഇനി ആയിഷയുടെ മൃതദേഹം കൂടിയാണ് കൊണ്ടുപോകാനുള്ളത്. റിദ ഫാത്തിമ, ഇർഫാന ഷെറിൻ, നിദ ഫാത്തിമ, അങ്ങനെ 3 കുട്ടികളുടെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റി. ഇനി ആയിഷയുടെ മൃതദേഹം കൂടി കൊണ്ടുപോകാനുണ്ട്. 6 മണിയോടുകൂടി തന്നെ 4 പേരുടെയും വീടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും. 2 മണിക്കൂർ പൊതുദർശനം. അതിനുശേഷം സമീപത്തെ ഹാളിൽ ഈ 4 മൃതദേഹങ്ങളും പൊതുദർശനം ഉണ്ടാകും. പിന്നീട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം ഉണ്ടാവുക. 10 മണിയോടുകൂടി ഖബറടക്കം ഉണ്ടാകും. അതിനുശേഷം 11 മണിക്കാണ് ഇന്നൊരു ഉന്നതതല യോഗം കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ ആസ്ഥാനത്ത് സിവിൽ സ്റ്റേഷനിൽ ചേരുന്നുണ്ട്. അത് പ്രധാനമായും ഈ സ്ഥലത്തെ സുരക്ഷകൾ, റോഡ് സുരക്ഷ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വച്ചുകൊണ്ടാണ് ഉണ്ടാവുക. ഒരുപക്ഷെ ഇന്ന് അതിനുശേഷമൊക്കെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഒരു പരിശോധനയും പ്രദേശത്തുണ്ടാവും. കാരണം അവിടെ ഒരു ശാശ്വത പരിഹാരം ആവശ്യമാണെന്നുള്ളത് ഉറപ്പാണ്. കാരണം നിരന്തരമായി ഇങ്ങനെ അപകടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിലെന്തോ റോഡിൻ്റെ ശാസ്ത്രീയമായ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. അതെല്ലാം പരിഹരിക്കേണ്ടതുണ്ട്. കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഇങ്ങനെ നിരന്തരം അവിടെ ഇങ്ങനെ ജീവൻ പൊലിയുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഇപ്പോൾ ആയിഷയുടെ മൃതദേഹം കയറ്റാനായിട്ട് അവസാന ആംബുലൻസ് എത്തിയിട്ടുണ്ട്. 3 ആംബുലൻസുകളിൽ ഇവരുടെ മൃതദേഹങ്ങൾ കയറ്റി. ഇനി പോലീസ് അകമ്പടിയോടുകൂടിയായിരിക്കും കരിമ്പയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുക. 6 മണിയോടുകൂടി തന്നെ ഇവരുടെ വീടുകളിലേക്ക് മൃതദേഹം എത്തിക്കും. 2 മണിക്കൂർ വീട്ടിലെ ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ നാട്ടുകാർക്കും കാണാൻ കുട്ടിയെ അവസാനമായി, ഇനി അത് മാത്രമേ ബാക്കിയുള്ളൂ, മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അവസാനമായി ഒരു നോക്ക് ഈ കുട്ടികളെ, തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം വരെ ഇന്നലെ ഈ സമയത്ത് അവർ വീട്ടിൽ കിടന്നുറങ്ങിയിരുന്നുണ്ടാവും. മാത്രം അങ്ങനെയുള്ള കുട്ടികളെ ഇന്നലെ അവരോടൊപ്പം അച്ഛനോടും അമ്മയോടും ഒപ്പമൊക്കെ ഉണ്ടായ കുട്ടികളെയാണ് ഇന്ന് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വരുന്നത്. ഇന്ന് 6 മണിക്ക് പുലർച്ചെ വീട്ടിലെത്തുമ്പോൾ അവരുടെ ചേതനയറ്റ ശരീരമാണ്. അത് ആ വീട്ടുകാരുടെ മാത്രമല്ല, നാടിൻ്റെ ഒന്നടങ്കം നോവായി വരുന്നു. ഇന്നലെ പലരും നമ്മളെയൊക്കെ സ്പർശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പലരും ആ പ്രദേശവാസികളൊക്കെ പറയുന്നത്, ആ കുട്ടിയുടെ സ്കൂളിൽ പഠിക്കുന്ന, അതായത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു, അതാണ് എന്നെ ഏറ്റവും വലിയ രീതിയിൽ സ്പർശിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞാൽ ഈ ബഹളം കഴിയും, ഈ വിഷയങ്ങൾ പിന്നീട് എല്ലാവരും മറക്കും എന്നുള്ളതാണ്. പിന്നെയും ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടവരാണ്, ഇങ്ങനെയുള്ള ഓരോ അപകടങ്ങളും കാണേണ്ടവരാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഈ അപകടങ്ങളുടെയൊക്കെ ഇരയാകേണ്ടവരാണ്. അപ്പോൾ അതിൻ്റെ ശാശ്വത പരിഹാരം എന്നൊരു +1 പഠിക്കുന്ന ഈ കുട്ടികളുടെ സ്കൂളിൽ, അതായത് ഇവർ ഹൈസ്കൂളിലാണ്, കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇന്നലെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവിടെ വന്ന് പറഞ്ഞതൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ അത്രമാത്രം വിഷമത്തിലാണ് ആ നാടും സ്കൂളും ഒക്കെ തന്നെ. കരിമ്പ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നഷ്ടമാണ്. കാരണം തളം കെട്ടി നിൽക്കുന്ന കാഴ്ച ഇത് കേരളത്തിന്റെ കൂടി കണ്ണീരാണ്. കരിമ്പയുടെ മാത്രമല്ല,